ഹായ്, കുഞ്ഞാറ്റസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നല്ല ഒരു 4 മണി പലഹാരം, നല്ല അടിപൊളി ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. വളരെ ടേസ്റ്റാണ്. എല്ലാ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് ഉണ്ടാക്കേണ്ടതായ സാധനങ്ങൾ ഇവയൊക്കെയാണ്. ഞാനൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി. അതുകൂടാതെ നമുക്ക് വേണ്ടിയത് 2 ഉരുളക്കിഴങ്ങാണ്, അത് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 4 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയത്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യമേ തന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അത് വാടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാളയും പച്ചമുളകും എല്ലാം ഒന്നിച്ച് ഇട്ട് കൊടുത്ത് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മൂത്ത് പോകണ്ട, ഇത്രയും മൂത്ത് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും മസാലകളാണ് നമുക്ക് വേണ്ടിയത്. ഈ മസാലകളെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ അതിലേക്ക് പുഴുങ്ങി ഉടച്ചു വച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എല്ലാം കൂടി ആ മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ച് ആ മസാലകളെല്ലാം അതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് അതിന് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം നേരത്തെ ചേർക്കേണ്ടിയായിരുന്നു, ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ്. ഇത് ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ മസാല റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഈ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഫില്ലിങ്ങിനുള്ള മസാല നമുക്ക് റെഡിയായി വന്നു. ഇനി ഈ 4 സ്ലൈസ് ബ്രെഡ്, ഈ ബ്രെഡിലേക്ക് ഈ മസാല നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സ്ലൈസ് ബ്രെഡിലും മസാല ചേർത്ത് മസാല തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്ത ശേഷം ഒരു അടുത്ത സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ ജാമൊക്കെ നമ്മൾ തൂക്കുന്നത് പോലെ ഈ ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുത്ത് ഒരു ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒട്ടിച്ച ശേഷം ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത ശേഷം 3 പീസാക്കി എടുക്കാം.
നീളത്തിൽ 3 പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഓരോ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അകത്ത് ഫില്ലിങ്സ് എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഓരോ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി മസാല നമുക്കുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബ്രെഡ് എടുത്ത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയും ബാറ്റ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റ് തയ്യാറാക്കാനായിട്ട് കുറച്ച് മൈദാപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മുടെ എത്രയാണോ നമ്മൾ ഇതിൻ്റെ ബ്രെഡ് എടുത്തേക്കുന്നത് അതിൻ്റെ അനുസരിച്ച് പരുവത്തിനുള്ള മൈദാപ്പൊടി എടുക്കുക. അല്പം കുരുമുളക് പൊടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ അല്പം വെള്ളം ഒഴിച്ച് ഇത് കലക്കിയെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഓരോ പീസ് ബ്രെഡും എടുത്ത് ഈ ബാറ്റിനകത്തിൽ മുക്കിയിട്ട് ആ ബ്രെഡ് ക്രംസിനകത്തോട്ട് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ബ്രെഡ് ക്രംസിനകത്ത് മുക്കിയിട്ട് എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം പീസുകളും ഇതുപോലെ തന്നെ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. കാരണം ബ്രെഡ് ക്രംസൊക്കെ പെട്ടെന്ന് ചൂടെണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിന് അല്പം തീ കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കാരണം ഇതിനകത്തെല്ലാം നല്ല ഫില്ലിങ്സ് എല്ലാം വെന്തതായതുകൊണ്ട് ഇത് അധികം ഒന്നും വേകാനായിട്ടൊന്നും ഇല്ല. നമുക്കിതെല്ലാം കുക്കായതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കരിഞ്ഞു പോകാതെ നോക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് എണ്ണയിൽ ഇതിങ്ങനെ എല്ലാ വശവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണിത്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം റെഡിയായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫില്ലിങ്സ് തയ്യാറാക്കുമ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങാണ് ഇതിനകത്ത് ചേർത്തത്. ഉരുളക്കിഴങ്ങ് മാത്രമാണ്. എന്നാൽ ക്യാരറ്റോ മറ്റ് എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ ഉള്ള വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് പുഴുങ്ങി ഉടച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയും നമുക്ക് ചേർക്കാം. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ വേവിച്ചത് ചിക്കി അതിനകത്തിടാം. നമ്മളിപ്പോൾ എല്ലാ സ്നാക്സും അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായിട്ട് കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് ബ്രെഡും 2 ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈസി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.